നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 124 സങ്കീർത്തനം വായിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം. വീണ്ടും ദൈവജനായിട്ട് നിൽക്കാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പിന്നെ ആദ്യം തന്നെ ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയും മെസ്സേജിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് വന്നു നിന്നതാണ്. പക്ഷെ ഞാനത് മറന്നുപോയി. അത് ഈ ആഴ്ച വന്ന് നിന്നു. ഇന്നും ഞാൻ മറന്നുപോയി. ഒരു വചനം വായിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, അതും മറന്നു. എനിക്കിപ്പോൾ കുറച്ചിടെയായിട്ട് 2-3 ചിലപ്പോൾ വർഷങ്ങൾ മുന്നുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 2-3 സെക്കൻഡ് മുന്നേ ഒരു പാട്ട് പാടി, ചിലപ്പോൾ അത് ഏത് പാട്ടാണ് പാടിയെന്ന് ചിലപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു ചെറിയൊരു അവസ്ഥ ഉണ്ട്. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ വായിച്ച കേട്ട സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഒന്നും ഒരാൾക്ക് ഒന്ന് 2 വാക്യം. മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ 3 കൂടെ വായിച്ചു. അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. അപ്പം ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ മുകൾ വശത്ത് ദാവീദിൻ്റെ ഒരു ആരോഹണ ഗീതം എന്ന് എഴുതിയിട്ടുണ്ട്. ആരോഹണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുകളിലോട്ടുള്ള. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്, അതുപോലെ ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ളതും ദൈവം അവരുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ അവർക്ക് എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഇത്. അപ്പോൾ അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പറയാണ്: യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. അപ്പം മനുഷ്യര് ഇവിടെ 2 കാര്യം പറയുന്നുണ്ട്. മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, അതേപോലെ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ. ഇപ്പോൾ ഒരു വ്യക്തി മനുഷ്യരെ നമ്മുടെ അടുത്ത് എതിർത്ത് നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിക്കുക, ഒരു ദൈവ പൈതലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ ഇങ്ങനെ കടന്നു വരുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ മറ്റുള്ളവർ നേരായി നിന്നിട്ടാണെങ്കിൽ ഓക്കെ, അതല്ലാത്ത പക്ഷം വരുന്നതുണ്ട്. ഇപ്പം അല്ലാത്തപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ പോയിട്ടോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ എതിരെ നിൽക്കുന്നവരിൽ നിന്ന് നമുക്ക് ഇതേ സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ പറയുന്നത് അതിനെ പറ്റിയിട്ടല്ല. നമ്മൾ നേരോടെ നിന്നിട്ടും മനുഷ്യർ നമ്മോട് എതിർക്കുകയും അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിക്കുകയും ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ നേരോടെ നിന്നിട്ടും മറ്റുള്ളവർ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നമ്മോട് എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, അത് എന്തുകൊണ്ടായിരിക്കും? ഒരിക്കലും മനുഷ്യന് സ്വയമായിട്ട് നമ്മളോട് അങ്ങനെ ചെയ്യുന്നതല്ല. അവരിലൂടെ വ്യാപരിക്കുന്ന ആ ഒരു പൈശാചികതയാണ് അത് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത്. അപ്പം പിശാചിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവമക്കളാണ്. പക്ഷേ നമ്മൾ ദൈവമക്കളാകുന്നതിന് മുന്നേ, രക്ഷിക്കപ്പെട്ട് ദൈവത്തിന് മക്കളാകുന്നതിന് മുൻപേ നമുക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഫുൾ നിയന്ത്രണം പിശാചിൻ്റെ കയ്യിലായിരുന്നു. നമുക്കെതിരെ ഉണ്ടായിരുന്ന പ്രതികൂലമായ കയ്യെഴുത്തുകൾ, അതുപോലെ യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ആകാശത്തിലെ ശക്തികൾ, അവയ്ക്കൊക്കെ നമ്മുടെ മേലൊരു അധീനത ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിനെ അറിയുന്നതിന് മുമ്പേ മുഴുവനായിട്ട് നമ്മൾ നശിച്ചു പോകാനായിട്ട് ഇടയായിത്തീരുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ പിശാചിന് അതെന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. കാരണം ദൈവം നമ്മളെ പറിച്ചു നടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിശാചിന് അത് കഴിഞ്ഞില്ല. നമ്മളെ മുഴുവനായി നശിച്ചു മുടിച്ച് കളയുവാൻ പിശാചിന് കഴിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ മാക്സിമം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്രമാത്രം മാറ്റാൻ കഴിയുമോ അതിന് വേണ്ടിയിട്ടാണ് പിശാച് ഇതേപോലെ മനുഷ്യരെ നമ്മളോട് എതിർത്തിട്ടും അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചിട്ടും, അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ഇതൊക്കെ കണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകണം. അതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നാലോചിച്ച് എന്ത് ചെയ്യാണ്? തിരിഞ്ഞു നടക്കുകയാണ്. കാരണം അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? മാറിപ്പോകാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ പിന്നെയും അവൻ്റെ കയ്യിലോട്ട് തന്നെ കിട്ടുവാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പല മനുഷ്യരെയും പിശാച് ആയുധമാക്കിയിട്ട് നമ്മുടെ നേരെ ഉപയോഗിക്കുന്നത്. പിന്നെ പിശാചിൻ്റെ ഒരു കാര്യം നമുക്കറിയാം. പിശാച് എപ്പോഴും അപവാദിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മനുഷ്യരിലൂടെ നമുക്ക് നേരെ
അപവാദം പറഞ്ഞുണ്ടാക്കും പിശാച്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളെ ഏറ്റവും സ്നേഹിച്ചവര് അല്ലെങ്കിൽ നമ്മൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ പറ്റി എല്ലാതും കളവായി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മെ ദുഷിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ക്രിസ്തുവിൻ്റെ പിന്നാലെയും യേശുവിൻ്റെ പിന്നാലെയും ഒരു കൂട്ടം ജനങ്ങൾ ഇതിനായിട്ട് നടന്നിരുന്നു. യേശുവിൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനായിട്ട് അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ യേശുവിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ബൈബിൾ ക്ലാസ്സിനതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞായിരുന്നു, നമ്മളെ ആരെങ്കിലും നമ്മൾ നേരോടെ നിന്നിട്ട് നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദുഷിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ തന്നെയാണ് ദുഷിക്കുന്നത്. പക്ഷെ അത് പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാറില്ല എന്നതാണ് സത്യം. നമ്മൾ അത്രയും തിരിച്ചറിവുള്ളവരായിരിക്കില്ല ചില സമയങ്ങളിൽ. ഇപ്പോൾ പൗലോസിൻ്റെ കാര്യം നമുക്കറിയാം. പൗലോസ് ക്രിസ്ത്യാനികളെയാണ് ഉപദ്രവിച്ചത്. പക്ഷേ യേശു അവന് വെളിപ്പെട്ട സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, പൗലോസ് ചോദിക്കുന്നുണ്ട്, കർത്താവെ നീ ആരാകുന്നു? അപ്പോൾ യേശു പറയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അപ്പോൾ ഇതേപോലെയാണ്. കാരണം അവിടെ ക്രിസ്ത്യാനികളെയാണ് പൗലോസ് മുഖാന്തരം ഉപദ്രവിക്കപ്പെട്ടതെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ ഉപദ്രവിക്കപ്പെട്ടത് ക്രിസ്തുവിനെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നേരോടെ നിന്നിട്ടും മറ്റുള്ളവരാൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് യേശുവിന് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ആ ഒരു തിരിച്ചറിവ് എനിക്കും അടക്കം നമുക്ക് പലർക്കും അത് ഉണ്ടാവാറില്ല എന്നതാണ് സത്യം. പിന്നെ ഇപ്പം നമ്മൾ എത്ര നമ്മൾ ഒരു മാന്യത അർഹിക്കുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും നമുക്കത് ലഭിച്ചെന്ന് വരില്ല മനുഷ്യരുടെ കയ്യിൽ നിന്ന്. പക്ഷെ യേശയ്യാവ് 49:5 പറയുന്നു, ഞാൻ യഹോവയ്ക്ക് മാന്യനും എൻ്റെ ദൈവം എൻ്റെ ബലവുമാകുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു മാന്യത ചിലപ്പോൾ നമ്മൾ അർഹരായിരിക്കാം, മറ്റുള്ളവരിൽ നിന്ന് മാന്യത ലഭിക്കാൻ നമ്മൾ അർഹരായിരിക്കാം. പക്ഷെ അത് ലഭിച്ചെന്ന് വന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ മാന്യതയുള്ളവരാണോ എന്നതാണ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ വെറുതാവേണ്ടത്. ദൈവസന്നിധിയിൽ നമ്മൾ മാന്യരാണെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ നമുക്കൊരു മാനമില്ലെങ്കിലും അത് പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ തലയിൽ ഒരു മുടി നാരിഴ കൊഴിഞ്ഞു പോകുന്നത് അത് ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. അപ്പോൾ അതിന് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് അതിന് പിന്നിൽ വലിയ ഉദ്ദേശങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആദ്യം വായിച്ചു കേട്ട ആ വാക്യത്തിൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അപ്പോൾ പലപ്പോഴും ഇവിടെ പറയുന്നുണ്ട് യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന പോലെ സംഭവിക്കുമായിരുന്നു. അപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. യഹോവ നമ്മുടെ പക്ഷത്ത് ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അത് നമ്മൾ പലപ്പോഴും ആലോചിക്കില്ല. എന്നിട്ട് നമ്മുടെ പല പ്രവർത്തികൾ മുഖാന്തരം എന്ത് ചെയ്യും? ദൈവം നമ്മുടെ പക്ഷത്തു നിന്ന് മാറിപ്പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മളുമായിട്ട് തന്നെ ഉണ്ടാക്കും. ദൈവമായിട്ട് ഒരിക്കലും നമ്മുടെ പക്ഷത്തു നിന്ന് മാറിപ്പോകില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിന് വേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും പലതും ഓർക്കാതെ നമ്മളായിട്ട് ചെയ്തു പോവാണ്. നമുക്ക് ഏലിയാവിൻ്റെ കാര്യം അറിയാം. ഏലിയാവ് വലിയൊരു പ്രവാചകനാണ്. ഏലിയാവിനിലൂടെ പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് 1 രാജാക്കന്മാർ 19:1-4 വരെയുള്ള വാക്യമാണ്. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾകൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തിന്റെ ജീവനെ പോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദായ്ക്ക് ഉൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അപ്പം അതിന് മുന്നത്തെ അധ്യായത്തില് 18 അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എലിയാവ് ആ സമയത്ത് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എലിയാവ് എന്ത് ചെയ്തായിരുന്നു? ഒറ്റയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടിയിട്ട് അവൻ പോരാടി സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി എന്ത് ചെയ്തു? യാഗപീഠത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കാനായിട്ട് ഇടയായിത്തീർന്നു. ആ വ്യക്തിയാണ് 18 അധ്യായത്തിലോട്ട് വരുമ്പോൾ ഒരു സ്ത്രീയുടെ വാക്ക് നിമിത്തം ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോവാനായിട്ട് ഇടയായത്. അപ്പൊ എന്ത് ചെയ്തു? ദൈവം തന്റെ പക്ഷത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഏലിയാവ് ഒരു നിമിഷത്തേക്ക് മറന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ എങ്കിലും ഏലിയാവിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് ഏലിയാവിനെ ദൈവം ബലപ്പെടുത്തുവാനും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമ സ്വഭാവമുള്ള പുരുഷനാണ്
ഏലിയാവ് എന്ന് പുതിയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു കാര്യത്തിലും നമ്മളും ഇതുപോലെ തന്നെയാണ്. ദൈവം നമ്മുടെ പക്ഷത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നു പോയിട്ട് എന്ത് ചെയ്യും, ദൈവം നമ്മുടെ പക്ഷത്തില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓടിപ്പോകാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ ഞാൻ ഇത്രയും പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഏലിയാവിന്റെ കാര്യത്തിൽ പറഞ്ഞു. പക്ഷെ നമുക്ക് പറയാൻ പല കാര്യങ്ങളും നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതിൽ ദൈവകൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ. പക്ഷെ പ്രാവർത്തികമായി വന്നു കഴിഞ്ഞാൽ, പ്രവർത്തി തലത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സിമ്പിളാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ഏലിയാവിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ദൈവം തന്റെ പക്ഷത്തുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചിട്ട് അന്ത്യം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. അതിൽ അടിയുറച്ച് നിന്ന് ദൈവം തന്റെ പക്ഷത്തുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി നിന്ന ഒരു വ്യക്തിയാണ് നെഹമ്യാവ്. നെഹമ്യാവ് 1:3 വായിക്കാം. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ. അപ്പം ഇവിടെ നമുക്ക് ആ സന്ദർഭമൊക്കെ നമുക്കറിയാം. യെരുശലേമിന്റെ മതില് ഇടിഞ്ഞും കിടന്ന ഒരവസ്ഥയില് നെഹമ്യാവ് ആ കൊട്ടാരത്തിലെ സുഖങ്ങൾ അനുഭവിക്കാതെ തൻ്റെ അവിടെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണല്ലോ, അതിന്റെ അറ്റകുറ്റം തീർക്കണം എന്ന് ഉള്ള ആശയോടെ അവൻ അത് രാജാവിനോട് പറയുകയും രാജാവിന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിക്കുകയും അവൻ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. പക്ഷെ അവൻ ആ ഒരു ഉദ്യമത്തിന് വേണ്ടി ചുവട് വെച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു, അവനെ മാനസികമായിട്ട് തളർത്താനായിട്ടുള്ളവരും അവന്റെ കൂടെ അപ്പൊ തന്നെ അവരും എഴുന്നേൽക്കാനായിട്ട് ഇടയായി തീർന്നു. അത് നെഹമ്യാവ് 2:19 വായിക്കും. എന്നാൽ ഹോരോനിനായ സൻബല്ലത്തും അമോനിനായ ദാസൻ തോബിയാവും അരാബിനായ കേശവും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ച് നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവരുടെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരുശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്നുത്തരം പറഞ്ഞു. അപ്പൊ കണ്ടോ, നെഹമ്യാവ് അതിനു വേണ്ടി പുറപ്പെട്ടു. ഇപ്പൊ മതിൽപ്പണി എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ നമ്മള് യെരുശലേമിന്റെ മതിൽപ്പണി എന്ന് പറഞ്ഞെങ്കിലും ഇന്നത്തെ കാലത്ത് നമ്മളായിരിക്കുന്ന ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങള്, സഭ, അതെല്ലാം ആലയാണ്. അതിന് ചുറ്റും ഒരു മതിലുണ്ട്. അപ്പോൾ അത് ഇടിഞ്ഞും എന്താ പറയാ ഉപയോഗശൂന്യമായി കിടക്കുമ്പോൾ ഓരോ വ്യക്തികൾ, ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയായിരിക്കാം അതിനു വേണ്ടി അല്ലെങ്കിൽ അത് പണിതെടുക്കണം എന്നുള്ളൊരു ഇതിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ശത്രു അതിനനുസരിച്ചിട്ട് എഴുന്നേൽക്കാനായിട്ട് ഇടയായിത്തീരും. പക്ഷെ ഇവിടെ നെഹമ്യാവ് പറഞ്ഞൊരു കാര്യമാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അപ്പോൾ ശത്രു അവിടെ എതിരെ നിന്ന് എഴുന്നേറ്റോട്ടെ, അല്ലെങ്കിൽ മനുഷ്യർ നമുക്ക് എതിരായി നിന്നോട്ടെ, അവരുടെ കോപം നമുക്ക് നേരെ ജ്വലിച്ചോട്ടെ, പക്ഷെ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നെഹമ്യാവ് പറയാണ്, ഞങ്ങൾ അത് ദൈവത്താൽ ഞങ്ങൾക്ക് അത് സാധ്യമാകും. പിന്നെ ഇതിപ്പോ ഇവര് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നെഹമ്യാവ് ഓരോ അറ്റകുറ്റം തീർത്ത് വരുമ്പോഴും അതിനനുസരിച്ചിട്ട് നെഹമ്യാവിനെയും കൂട്ടരനെയും അധൈര്യപ്പെടുത്തുവാനും മാനസികമായിട്ട് തളർത്തുവാനും നോക്കുന്നത് നമുക്ക് പിന്നെയും കാണാനായിട്ട് സാധിക്കും. അതിന്റെ 4 അധ്യായം 1 മുതൽ 4 വരെ നോക്കിക്കോളൂ. ഞങ്ങൾ മതിൽ പണിയുന്നത് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്തി കിടക്കുന്ന ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമോന്യനായ തോബിയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കൺമതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു. അപ്പോ ഇറങ്ങി പുറപ്പെട്ട് കുറേശ്ശെ അത് ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു കാണുമ്പോ എന്ത് ചെയ്യാണ്, വളരെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടിയിട്ട് എന്ത് പറയാണ്, വെന്ത് കിടക്കുന്ന അത്രയും ഇതായിട്ടാണ് ആ മതിലിന്റെ അവസ്ഥ, അത്രയും ദയനീയ അവസ്ഥയായിരുന്നു. അപ്പൊ പറയാണ്, വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കുമോ? അപ്പൊ തളർത്താൻ നോക്കുക മാനസികമായിട്ട്. ഇപ്പോ ആരോ റിവ്യൂ പറഞ്ഞായിരുന്നു, അഞ്ചുവെച്ച് പറഞ്ഞായിരുന്നു, നമ്മുടെ ജീവിതത്തില് ഇപ്പോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ അതൊക്കെ വന്നാലും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോ, പക്ഷെ മാനസികമായിട്ട് നമ്മൾ തളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് അതോടെ കഴിഞ്ഞു. നമ്മുടെ മനസ്സിൽ എത്രത്തോളം ബലമുണ്ടോ അതാണ് നമ്മുടെ ശരീരത്തെയും ബലപ്പെടുത്തുന്നത്. നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ബലമാണ്. അപ്പൊ അവിടെ അവർ പറയാണ്, വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ. അതേപോലെ അവര് പണിത് കഴിഞ്ഞാലും, ഇനിയിപ്പോ നിങ്ങൾക്ക് പണിയാൻ സാധിച്ചാലും ഒരു കുറുക്കൻ കയറി നിന്ന് കഴിഞ്ഞാൽ അത് വീണു പോകുന്ന പറയാണ്. പക്ഷെ അത്രയും അത് പറഞ്ഞപ്പോ നെഹമ്യാവ് അതിന്റെ 7-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ഞാൻ വായിക്കാം. യെരൂശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നെന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബരും അമോനരും അസ്തോര്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. യെരൂശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. അപ്പൊ ആദ്യം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ 1-2 പേരാണ് ഇവർക്കെതിരായിട്ട് നിന്നത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയെന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു, അവരൊരു കൂട്ടായിട്ട് എന്ത് ചെയ്തു, ആക്രമിക്കുക അല്ലെങ്കിൽ അവരെ അധൈര്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പൊ ഇവർക്ക് ഇവിടെ എന്ത് ചെയ്തു, മഹാകോപം ജനിക്കുകയാണ്. അവര് എത്ര തളർത്തിയിട്ട് അവര് തളരുന്നില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, മഹാകോപം ജ്വലിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതേപോലെ പിന്നെ വന്നിട്ട് 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും ഇതേ കാര്യം തന്നെയാണ്. ആ സമയത്ത് മതിൽ പണിതു. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയാണ്, എന്നാൽ ഞാൻ മതിൽ പണിതു. അപ്പൊ മതിൽ പണിത് കഴിഞ്ഞു. അപ്പൊ തന്നെ എന്ത് ചെയ്യാണ്, അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നോട് ദോഷം ചെയ്യുവാനാണ് അവർ നിരൂപിച്ചത്. അപ്പൊ മതിൽ പണിത് കഴിയുന്ന കണ്ടപ്പോ പിന്നെ എന്ത് ചെയ്തു, ഒരു അടവ് മാറ്റി പിടിച്ചു. അപ്പൊ ഒരു സമാധാന സന്ധിയിലേക്ക് എത്താന്നുള്ള പോലെ എന്ത് ചെയ്യാണ്, നെഹമ്യാവിനെ കൂടെ കൂട്ടുവിളിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നേറുമ്പോ പിശാചു എന്ത് ചെയ്യാണ്, പലവിധമായ തന്ത്രങ്ങളാണ് നമുക്കെതിരെ നമ്മളെ തളർത്തി കളയാനായിട്ട് നോക്കുന്നത്. പക്ഷെ അത്രയൊക്കെ ചെയ്തിട്ടും ലാസ്റ്റ് നെഹമ്യ പറയുന്ന ഒരു മറുപടി ഉണ്ട്. 6-ന്റെ 11-ാം വാക്യം, എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ, എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ, ഞാൻ പോകയില്ല എന്നവൻ പറഞ്ഞു. അപ്പൊ നെഹമ്യാവിന് വളരെ ഉറപ്പുണ്ട്, യഹോവ ദൈവം തന്റെ പക്ഷത്തുണ്ട്. ഇവര് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ മതിൽ പണിതിട്ട് രാജാവിനെ എതിരായിട്ട് നിൽക്കാനല്ലേ, നിനക്ക് രാജാവാകാൻ വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നെഹമ്യാവ് രാജാവിന്റെ പെർമിഷൻ മേടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ എങ്കിലും എന്ത് ചെയ്യുക, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുകയാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരാണെങ്കിലും മറ്റുള്ളവരെ നമ്മളെ പറ്റി ഇല്ലാത്തൊരു കാര്യം പറയുമ്പോഴേക്കും നമ്മളാകെ തളർന്നു പോകും. ഞാൻ അതൊന്നും വിചാരിച്ചില്ലല്ലോ, ചിന്തിക്കാത്ത കാര്യങ്ങളാണല്ലോ. പക്ഷെ നെഹമ്യാവിന് അവിടെ എന്തുണ്ടായിരുന്നു, ഒരു വലിയ ഉറപ്പുണ്ടായിരുന്നു. ദൈവം തന്റെ പക്ഷത്തുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നെഹമ്യാവിനുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇവരെല്ലാവരും നെഹമ്യാവിനെ ഭയപ്പെടുത്തി നെഹമ്യാവ് പിന്തിരിഞ്ഞു പോയിരുന്നെങ്കിൽ അത് എന്തായിത്തീരുന്നതാണ് നെഹമ്യാവ് പറയുന്നത്. അതിന്റെ 13-ാം വാക്യം വായിക്കാം. 6-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ ഭയപ്പെട്ട് അവന് പ്രവർത്തിച്ച് പാപം ചെയ്യേണ്ടതിന്, എന്നെ ദുഷിക്കത്തക്കവണ്ണം അപവാദത്തിന് കാരണം കിട്ടേണ്ടതിന് അവർ അവന് ചെല്ലു കൊടുത്തിരുന്നു. അപ്പോ ഇവരുടെ ഈ സംസാരങ്ങൾ മൂലം അല്ലെങ്കിൽ ഇവരുടെ കോപം നെഹമ്യാവിന് നേരെ ജ്വലിച്ചപ്പോ നെഹമ്യാവ് പിന്തിരിഞ്ഞ് ഓടിയിരുന്നെങ്കിൽ അത് ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസതയായി തീരുമായിരുന്നു. അതുമൂലം എന്ത് ചെയ്യുമായിരുന്നു, നെഹമ്യാവ് ദൈവത്തോട് പാപം ചെയ്യുമായിരുന്നു. അതാണ് നെഹമ്യാവിടെ പറയുന്നത്. പക്ഷെ അങ്ങനെ നെഹമ്യാവ് ഓടിപ്പോയി അത് ഒരു ദൈവനാമം ദുഷിക്കപ്പെടുവാനോ അല്ലെങ്കിൽ ഒരു അപവാദത്തിനോ തീരുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാതെ വണ്ണം ദൈവത്തിൽ അവനുണ്ടായിരുന്ന ഉറപ്പാണ് അത്രയും വലിയൊരു പണി അത് പൂർത്തീകരിക്കാനായിട്ട് നെഹമ്യാവിനെ കൊണ്ട് സാധിച്ചത്. അപ്പൊ നമ്മളെ കൊണ്ടും പിശാചിന് അത് തന്നെയാണ് ലക്ഷ്യം, നമ്മളെ മറ്റുള്ളവരിൽ ആയുധമാക്കി. അതിപ്പോ ആരെ വേണമെങ്കിൽ പിശാചിന് ആയുധമാക്കാം. അങ്ങനെ ആയുധമാക്കിയിട്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരാൾ നമുക്ക് എതിരെ വരുമ്പോ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ നേരെ കോപം ജ്വലിക്കുമ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ ആ സമയത്ത് പിശാചിന്റെ കയ്യിൽ ആയുധമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന നമ്മളെ മാറ്റി കളയേണ്ടതിനായിട്ട് എന്ത് ചെയ്യാണ്, മറ്റുള്ളവരെ പിശാച് ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുക, പാപം ചെയ്യിക്കുക. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞു. ഇപ്പൊ അവരെന്ത് ചെയ്തു, നെഹമ്യാവിനെയാണ് അധൈര്യപ്പെടുത്താനായിട്ട് നോക്കിയത്. ആ പണി എങ്ങനെയെങ്കിലും അവിടെ നിർത്തലാക്കണം, അത് മുഴിപ്പിക്കരുത്. അതിനു വേണ്ടിയിട്ട് ഈ അധൈര്യപ്പെടുത്തിയവർക്ക് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കാം. 6-ാം അധ്യായം. 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു.
അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. അപ്പൊ ഇവരെ ഭയപ്പെടുത്താൻ നോക്കിയ ജാതികൾ എന്ത് ചെയ്തു? അവർക്ക് ഭയം വന്നു. ഇവരെ ഭയപ്പെടുത്താൻ നോക്കിയതാണ്, പക്ഷെ അവർക്ക് ഭയം വന്നു. പിന്നെ അവർക്കും ദൈവം ഒരു ബോധ്യം കൊടുത്തു. എന്തെന്ന്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തും സാധിക്കുന്ന ജാതികൾക്ക് വരെ എന്ത് ചെയ്തു? ആ ഒരു കാര്യം കൊണ്ട് ദൈവം ബോധ്യം വരുത്തി. അപ്പൊ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മളെ അധൈര്യപ്പെടുത്താൻ നോക്കിയവര് ആയിരിക്കും ലാസ്റ്റ് എന്ത് ചെയ്യുക? ഭയപ്പെട്ട് ഓടിപ്പോവാനായിട്ട് ഇടയായിത്തീരുക. നമുക്കതിന്റെ നെഹമ്യാ വന്ന് 13:2-3 വായിക്കാം. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റ് വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ഗിലെയാദിനെ കൂലിക്ക് വിളിച്ചു. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കിയെന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. ആ ന്യായപ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്ര ജാതികളെ ഒക്കെയും ഇസ്രായേലിൽ നിന്ന് വേർതിരിച്ചു. ഇവിടെ നെഹമ്യാവ് ചെയ്തൊരു കാര്യമാണ് പറയുന്നത്. പക്ഷെ അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ അപ്പോൾ ഇസ്രായേൽ മക്കൾ എതിരേറ്റ് വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു. ആ സന്ദർഭം നമുക്കറിയാവുന്നതാണ്. പക്ഷെ ബിലയാമ് അവരെ ശപിക്കാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്തു? ആ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി തീർത്തു. പക്ഷെ അതെന്തുകൊണ്ടായിരുന്നു? ആ സമയത്ത് ഇസ്രായേൽ മക്കളുടെ പക്ഷം ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ശാപത്തെ ദൈവം എന്ത് ചെയ്തത്? അനുഗ്രഹമാക്കി തീർക്കാനായിട്ട് ഇടയായത്. പക്ഷേ അവരുടെ പ്രവൃത്തികളോട് തന്നെ എന്ത് ചെയ്തു? ദൈവത്തെ അവർ കോപിപ്പിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഇസ്രായേൽ മക്കളുടെ കൂടെ ദൈവപക്ഷത്ത് ഉള്ള സമയത്തൊക്കെ അവർ ജയിച്ചു, ശത്രു തോറ്റു. എന്നാൽ ഇവരുടെ പ്രവൃത്തി മൂലം ദൈവം അവരുടെ പക്ഷത്തുനിന്ന് മാറി നിന്നപ്പോ ഇവര് തോൽക്കുകയും ശത്രു ജയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ഇതൊന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്, അതിന് നമ്മുടെ പ്രവൃത്തികൾ കാരണമായിരിക്കണം, എങ്കിലേ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തോറ്റു പോകാനായിട്ട് ഇടയായിട്ടില്ല. നമുക്കെതിരെ വരുന്ന കോപം ജ്വലിച്ച് നമുക്കെതിരെ വരുന്നവരായിരിക്കും എന്ത് ചെയ്യുക? ലാസ്റ്റ് ഭയപ്പെട്ട് ഓടുവാനായിട്ട് ഇടയായിട്ടില്ല. ഇനി നമുക്ക് സങ്കീർത്തനത്തിലോട്ടാണ് തിരിച്ചു വരാം. അതിന്റെ 4-6 വരെ വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പാളനമീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പാളനമീതെ കവിയുമായിരുന്നു, നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ 4-6 വരെയുള്ള വാക്യങ്ങളില് വെള്ളം, പൊങ്ങിയിരിക്കുന്ന വെള്ളം, അതുപോലെ നദി, അത് പല സങ്കീർത്തനങ്ങളിലും നമുക്ക് കാണാനായിട്ട് ഇടയായിത്തീരുന്നതാണ്. ഈ വെള്ളത്തിന്റെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കരത്വം അത് വിവരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ മക്കൾ പലപ്പോഴും ഇപ്പൊ ചെങ്കടല്, അതുപോലെ യോർദാൻ, അങ്ങനെയുള്ള കടല്, നദി, അങ്ങനെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ആ ഒരു പദപ്രയോഗം കൂടുതലും സങ്കീർത്തനങ്ങളിൽ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതേപോലെ വെച്ചാൽ ആർത്തിരമ്പി വരുന്ന ഒരു വെള്ളം അതെങ്ങനെയാണോ അതേപോലെയുള്ള പ്രതിസന്ധികളാണ് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മള് ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ കടക്കുന്ന കാര്യമൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് വചനങ്ങളിൽ നിന്ന് കേൾക്കുക, നമ്മൾ വായിച്ചൊക്കെ അറിയുന്നതാണ്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇസ്രായേൽ മക്കളുടെ മാനസികാവസ്ഥ? ആ സമയത്ത് അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അവരും നമ്മളെപ്പോലെ എന്താണ്, മനുഷ്യന്മാരായിരുന്നു. അപ്പൊ മുൻപില് ചെങ്കടലിൽ ആർത്തരച്ച് കിടക്കുന്ന ചെങ്കടല്, പിന്നിലെ ഫറവോന്റെ സൈന്യം. അപ്പൊ അതിന്റെ നടുക്ക് നിൽക്കുമ്പോൾ മോശയും ജനം ദൈവത്തെ വിളിക്കുന്നുവെങ്കിലും അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു പേടി, ഭയം. ഇപ്പൊ നമ്മൾ പറയും, എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും നല്ല മഴക്കാലത്ത് ആകാശത്ത് നല്ലൊരു മിന്നൽ ഇടിവെട്ടി കഴിഞ്ഞാൽ നമ്മൾ എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞ ആളായാലും ഒന്ന് പേടിക്കും. അപ്പൊ ഇതേ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ, ഇത് ഒരു കഥയൊന്നല്ല, ഉണ്ടായ ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇസ്രായേൽ മക്കൾ അവിടെ എത്രമാത്രം അവരുടെ ആ ഒരു മനസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ ഇന്ന് കാണുന്നു, നമുക്ക് കടഭാരങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, പക്ഷെ അതിലും വലിയൊരു പ്രതിസന്ധിയാണ് അന്ന് അവര് നേരിട്ടത്. പക്ഷെ ആ സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? പക്ഷെ എങ്കിലും ദൈവം അവരുടെ പക്ഷത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഫറവോൻ ഇവരുടെ പിൻപിൽ ഇവരെ പിടിക്കാനായിട്ട് വന്നു നിന്നെങ്കിലും ആർത്തിരമ്പി കിടക്കുന്ന ചെങ്കടലിൽ എന്ത് ചെയ്തു? ദൈവം തന്റെ കൽപ്പനയാലെ മോശയോട് പറഞ്ഞ് എന്ത് ചെയ്തു? 2ആയിട്ട് വിഭാഗിക്കാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ഇവര് ഈ വഴിയിലൂടെ കടന്ന് അക്കരെ എത്തി. പക്ഷെ ഇസ്രായേൽ സൈന്യം എന്ത് വിചാരിച്ചു? എന്തായാലും കടലിലൂടെ വഴിയിട്ട് എടുക്കുന്നു, അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, എത്താം, ഇവരെ വേഗം പിടിക്കാം.
പക്ഷെ മിസ്രൈമിന്റെ ഭാഗത്ത് എന്തുണ്ടായിരുന്നില്ല? ദൈവം ഉണ്ടായിരുന്നില്ല. ദൈവം അവിടെ പക്ഷെ ഇല്ലാതെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇസ്രായേൽ മക്കള് ചെങ്കടലിൽ കടന്ന് അപ്പുറം എത്തിയപ്പോ ഇവരും കൂടെ കടക്കാൻ നോക്കിയപ്പോ എന്ത് ചെയ്തു? യഹോവ അവരുടെ പക്ഷത്തില്ലാതെ ഇരുന്ന മിസ്രൈമിന്റെ സൈന്യം ആ ചെങ്കടലിൽ മുങ്ങിപ്പോകാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ അതാണ് വ്യത്യാസം. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ആണെങ്കിലും നമ്മൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ടെത്തും. പക്ഷെ ദൈവം പക്ഷത്തില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? അവര് അതില് മുങ്ങിപ്പോകാനായിട്ട് ഇടയായിത്തീരും. ഇവർ ഈ ചെങ്കടലിലൂടെ രണ്ട് സൈഡിലും ചിറ പോലെ വെള്ളം നിൽക്കുമ്പോൾ ഇവർ ഈ കടലിലൂടെ, ഇപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്. ഞാൻ ഇവിടെ ചർച്ച വന്നിട്ടൊക്കെയാണ് പൂളില് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അതിന് മുന്നേ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് സ്നാനപ്പെടുമ്പോൾ മാത്രമേ. എനിക്ക് വെള്ളം കടൽ കാണുമ്പോൾ പോയാലും ജസ്റ്റ് കാലം നനച്ചു പോരുന്നല്ലാതെ എനിക്കതൊരു പേടിയാണ്. പക്ഷെ ഇത്ര വലിയൊരു കടലിന്റെ നടുക്കുകൂടെ പാതയിലൂടെ കടന്നറ്റെത്തുമ്പോൾ ഈ വെള്ളം ഒരു തരി പോലും തുളുമ്പി ഇവിടെ മേലെ വീഴുന്നില്ല. അത്രയ്ക്ക് ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ അത് എന്താ പറയാ, നമ്മളൊക്കെ വായിച്ചു വിടെങ്കിൽ അതൊന്നും നമ്മൾ ഇമേജിൻ ചെയ്യണം. അതെങ്ങനെയാണ് എന്താണ്, അല്ലെ അവിടെ അപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും? കാരണം ഇവര് അപ്പുറം കടന്നു പോകുമ്പോൾ ഇവരുടെ കൂടെ ആരൊക്കെ ഉണ്ട്? വയസ്സായവരുണ്ട്, മൃഗങ്ങളുണ്ട്, ഗർഭിണികളുണ്ടാവും, കുട്ടികളുണ്ട്. ഇവരെല്ലാവരെയും കൂട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന്, ഭർത്താവ്, കുഞ്ഞുള്ളൂ. എന്നിട്ട് വരെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതൊരു ഏതാന്നുള്ളൊരു ഇതാ. അപ്പൊ ഇക്കണ്ട ആൾക്കാരെ കൊണ്ട് അവിടെ എത്തിച്ചെങ്കില് ദൈവം അവരുടെ പക്ഷത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പിന്നെ നമ്മുടെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമുക്ക് വിഷമം വരും. നമ്മൾ മനുഷ്യന്മാരാണ്, വിഷമം വരും. അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ ചോദിക്കും, ദൈവം എന്താ ജീവിതത്തിൽ ഇങ്ങനെ? പക്ഷെ അതൊന്നും ചോദിച്ചുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾക്ക് മനുഷ്യന്മാരാണ്, ബലഹീനരാണ്, അതൊക്കെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. പക്ഷെ അതിന്റെ അപ്പുറമായിട്ട് ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന ഒരു അവസ്ഥ വന്ന് എന്ത് ചെയ്യും? ദൈവം നമ്മുടെ പക്ഷത്തു നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയായി തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഫറവോന്റെ സൈന്യത്തിന് എന്ത് സംഭവിച്ചു അത് തന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. ആ കാര്യത്തില് ഒരു മാറ്റമില്ല. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ദൈവം നമ്മുടെ പക്ഷത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം കൂടെ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. അപ്പം ഇപ്പൊ നമ്മുടെ പ്രാണനെതിരെ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ആത്മീകത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ തക്കതായ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനു വേണ്ടി ദൈവസന്നിധിയില് നമ്മൾ അതിനു വേണ്ടി പോരടിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കണം നമുക്ക് അധികമായിട്ട് വേണ്ടത്. പിന്നെ ഈ പിശാചിനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടുവരുത്തുമ്പോൾ പിശാചിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. കാരണം നമ്മൾ ദൈവത്തെ ത്യജിച്ച് കളയണം. പിന്നെ അവന് നഷ്ടപ്പെട്ട ഒരു സ്വർഗീയ സന്തോഷമുണ്ട്, അതിലേക്ക് ഒരു മനുഷ്യരും കടക്കരുത്. അതാണ് പിശാചിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾക്ക് ചെറുതു വലുതുമായ എത്ര പ്രതിസന്ധികൾ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴും പിശാചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ തെറ്റിച്ച് കളയണം. അവൻ അനുഭവിച്ച ആ സ്വർഗീയ സന്തോഷം ഇനി വേറെ ആരും അനുഭവിക്കാനും പാടില്ല. കാരണം അവനത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഇനി അവനൊരു തിരിച്ചുവരവില്ല. അപ്പൊ നമുക്ക് അതിനുള്ളൊരു വഴി ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് ആരും കടക്കരുത്. അതാണ് പിശാചിന്റെ. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇത്ര അധികം രാപ്പകലില്ലാതെ അവൻ അതിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നമുക്ക് യോബിന്റെ കാര്യം നമുക്കറിയുന്നതാണ്. യോബിന് വന്ന പ്രതിസന്ധികള്. ആ സമയത്ത് എന്താണ് പിശാചിനുണ്ടായിരുന്നത്? ദൈവത്തെ തള്ളി പറയണം. അതിനു വേണ്ടിയിട്ട് ഇയ്യോബിന്റെ ഭാര്യയെ വരെ എന്ത് ചെയ്തു? അവൻ ഉപയോഗിച്ചു. ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് അവർക്ക് മക്കൾ നഷ്ടപ്പെട്ടു, സാമ്പത്തികം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു? അവളുടെ ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് വരെ ആ സ്ത്രീ ഇയ്യോബിനോട് പറയാണ്, ഭാര്യ ഇയ്യോബിന്റെ അടുത്ത് പറയാണ്, നീ ദൈവത്തെ തള്ളി പറഞ്ഞു പോയി ചാവ്. അപ്പോ ആ ഇയ്യോബിന്റെ വൈഫിന്റെ ഒരു എന്താ പറയാ, ആ ഒരു മെന്റാലിറ്റി എന്താന്ന് നമ്മളൊന്ന് ചിന്തിക്കാനുണ്ട്. ഇയ്യോബ് ഇത്രയധികം പ്രതിസന്ധിയിൽ കിടന്നിട്ട് വരെ ഇയ്യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. പക്ഷെ ഈ ഇയ്യോബിന്റെ വൈഫ് പറയണം എന്തെന്ന്, നീ ദൈവത്തെ തള്ളി പറഞ്ഞ് പോയി ചാവും. പക്ഷെ അത് അവളെ കൊണ്ട് പറയിച്ചത് ആരാണ്? സാത്താനാണ്. അത് എന്തിനു വേണ്ടി? ഇയ്യോബ് ദൈവത്തെ തള്ളി പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇയ്യോബിന്റെ ഭാര്യയെ ദൈവം ഉപയോഗിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പൊ പിശാചിനായി അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഇതാണ്. പിന്നെ നമുക്ക് 38 ആണ്ട് രോഗിയായി കിടന്നിരുന്ന ഇപ്പൊ കഴിഞ്ഞ മെസ്സേജുകളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പൊ ആ ഒരു മനുഷ്യന്റെ വിഷയത്തിന്റെ മുഖത്ത് ദൈവത്തിന് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. കാരണം അവൻ 38 ആണ്ട് ഒരേ കിടപ്പ് കിടക്കുകയാണ്. ആരും അവനെ സഹായിക്കാനില്ല. അവന് ഒറ്റയ്ക്ക് ഒന്ന് പോയി എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതിന് സാധിക്കുന്നില്ല. അവിടെ ഇഷ്ടംപോലെ മനുഷ്യനുണ്ട്, പക്ഷെ അവരാരും ഇവനെ സഹായിക്കുന്നില്ല. പക്ഷെ അന്ന് പറഞ്ഞ പോലെ ദൈവം തന്നെയാണ് അവന് വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി വന്നിട്ട് ദൈവമാണ് അവൻ എന്ത് ചെയ്തത്? സൗഖ്യം കൊടുത്തത്. അത് ദൈവത്തിന് അവന്റെ മേലുണ്ടായിരുന്ന ഒരു ഉദ്ദേശം.
പിന്നെന്ന് പറയുന്നത് അവനോട് ദൈവം പറയുന്നുണ്ട്, ഇനി അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അപ്പൊ ദൈവം അവനോടൊരു കാര്യം പറയും, ഇനി എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുത്. അപ്പൊ അവനോട് ദൈവം പേഴ്സണലി ഇടപെട്ടു. പിന്നത്തെ കാര്യം നമുക്ക് വായിച്ചു വരുമ്പോൾ കാണാം, ശബത്തിനും ദൈവം കർത്താവാണെന്ന് ദൈവം എന്ത് ചെയ്തു, അവനിലൂടെ അത് തെളിയിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുമ്പോഴും പിശാചിന് ഈ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. പക്ഷെ ദൈവത്തിന് നമ്മുടെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മെ കുറിച്ച് ദൈവത്തിന് പല ഉദ്ദേശങ്ങളും ഉണ്ട്. അപ്പൊ അതിന്ന് തെറ്റിച്ച് കളയുക എന്നതാണ് പിശാചിന്റെ ലക്ഷ്യം. അത് ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അപ്പൊ നമ്മള് സങ്കീർത്തനത്തില് നമ്മൾ വായിച്ചു കേട്ട പോലെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒഴുക്കി കളയുന്ന, അതുപോലെ നമ്മുടെ പ്രാണി മീതെ കവിയുന്ന നദി, പൊങ്ങിയിരിക്കുന്ന വെള്ളം. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞാലും 23 സങ്കീർത്തനത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലേക്ക് എന്ത് ചെയ്യും, അവൻ നമ്മെ നടത്തും. അപ്പൊ എത്ര പ്രതിസന്ധികൾ ആർത്തലച്ച് ഇരിക്കുന്ന ഒരു സൈഡിൽ അങ്ങനത്തെ വെള്ളമാണെങ്കിലും ഇപ്പുറത്ത് എന്ത് ചെയ്യാണ്, സ്വസ്ഥതയുള്ളൊരു വെള്ളം അത് എന്ത് ചെയ്തു, ദൈവം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ അവസ്ഥകളൂടെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം നമ്മെ എത്തിക്കേണ്ടത് എവിടെയാ, ഒരു സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക്, ഒരു സ്വസ്ഥതയിലേക്കാണ് എന്ത് ചെയ്യുക, പിന്നെ ദൈവം നമ്മെ നടത്തുവാനായിട്ട് ഇടയായിത്തീരുക. നമുക്ക് സങ്കീർത്തനത്തിലൂടെ തന്നെ തിരിച്ചു വരാം. അതിന്റെ 7-ാം വാക്യം വായിക്കാം. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു, കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. അത് മതി, 7-ാം വാക്യം. അപ്പൊ ഇവിടെ പറയാണ്, വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു, കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. അപ്പോ ഇപ്പൊ പിശാച് കൊണ്ടുവന്ന ആ ഒരു ഇതിൽ നമ്മൾ പെട്ടുപോയി. ആ കെണിയിൽ ശത്രു കൊണ്ടുവന്ന ആ ഒരു കെണിയിൽ എന്ത് ചെയ്തു, നമ്മൾ പെട്ടുപോയി. നമ്മൾ ദൈവമക്കളാണ്, എല്ലാം ആണ്. പക്ഷെ എന്ത് ചെയ്തു, ഒരു പ്രത്യേക ഒരു സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ ആ കെണിയിൽ പെട്ടുപോയി. നമ്മുടെ ഒരു ബലഹീനതയില് നമ്മൾ ആ കെണിയിൽ പെട്ടുപോയി. പക്ഷേ ഹെബ്രായർ 4:16 പറയുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. അപ്പൊ നമ്മൾ ആ ഒരു കെണിയിൽ അകപ്പെട്ട് നമ്മുടെ ജീവൻ പോവാറായി, ഇനി രക്ഷയില്ല എന്ന് നമുക്ക് തോന്നുന്ന സാഹചര്യമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കരുണ ലഭിപ്പാൻ, നമുക്ക് സഹായത്തിനായുള്ള കൃപ ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ദൈവസന്നിധിയിലെ ദൈവത്തെ വിളിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അതുകൊണ്ട് ഞാൻ കെണിയിൽ പെട്ടുപോയി, ഇനി എനിക്കൊരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്, നമ്മൾ അവിടെ തന്നെ കെടുക്കുവാനായിട്ട് ഇടയായി തീരരുത്. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞേക്കുന്നത്, നമ്മുടെ പ്രാണൻ ആ കെണിയിൽ നിന്ന് വഴുതി പോരും. കെണിയിൽ പെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്ത് ചെയ്യും, അതൊന്ന് വഴുതി പോരാനായിട്ട് ഇടയായിത്തീരും. സങ്കീർത്തനം 37:32 പറയുന്നുണ്ട്, ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു. അപ്പൊ പതിയിരിക്കുക എന്ന് പറയുമ്പോ ഇപ്പൊ പെട്ടെന്ന് ഒരാളെ കൊല്ലണ പോലെയല്ല. പതിയിരിക്കുക എന്ന് പറയുമ്പോ അതിനായി വെൽ പ്ലാൻഡ് ആണ് ഒരു വ്യക്തിയെ കൊല്ലുവാനായിട്ട്. പക്ഷെ നമ്മള് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സഹായത്തിനായിട്ട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വായിക്കാം. സങ്കീർത്തനം 112:10. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അപ്പൊ നമ്മൾ ആ സമയത്തും ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. എന്ത് ചെയ്യും, ദുഷ്ടന്റെ ആശ എന്ത് ചെയ്യും, ദൈവം അവിടെ നശിപ്പിച്ച് കളയാനായിട്ട് ഇടയായിത്തീരും. അത് എത്ര വലിയ പദ്ധതിയാണെങ്കിലും എത്ര വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും എന്ത് ചെയ്യും, അവന്റെ ആശ അവിടെ നശിച്ചു പോകാനായിട്ട് ഇടയായിത്തീരും. ഒരുപക്ഷെ ശത്രു സന്തോഷിക്കും, ഓ കെണിയിൽ അകപ്പെട്ട് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ അവന് രക്ഷയില്ല, കെണിയിൽ അകപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ അവിടെയും എന്ത് ചെയ്യാണ്, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാണെങ്കിൽ അവിടെയും സഹായം നമുക്ക് തരാൻ, ആ കെണി പൊട്ടി അല്ലെങ്കിൽ നമ്മൾ അതിന് പുറത്ത് കൊണ്ടുവരാൻ എന്താണ്, ദൈവം ശക്തനാണ്. ഇനിയിപ്പം ഇപ്പൊ നമ്മൾ ഇത്രയും പ്രതിസന്ധികൾ പറഞ്ഞു, നമ്മുടെ പ്രാണന നേരെ വരുന്ന വിഷയങ്ങൾ അതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഈ ലോകത്ത് നല്ലൊരു മരണം ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര പ്രതിസന്ധികൾ വന്നിട്ട് നമുക്ക് ഇപ്പം എല്ലാവരും പറയുന്ന പോലെ നല്ലൊരു മരണം ലഭിച്ചില്ല. ഇപ്പം രാത്രിയൊക്കെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ മരിച്ചു കണ്ടു, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് പറയും, ഓ നല്ലൊരു മരണം കിട്ടിയേ എന്ന് പറയും. അതുപോലെ അത്യാവശ്യം ഏജൊക്കെ ആയിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവർക്കും ബുദ്ധിമുട്ടില്ലാതൊക്കെ മരിച്ചേ നമ്മൾ പറയും, നല്ലൊരു മരണം കിട്ടിയെന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരു മരണവും ഇപ്പോൾ ദൈവമക്കളായിട്ട് നമുക്ക് കിട്ടിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ദൈവം ആ സമയത്ത് നമ്മളെ മറന്നു കളഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല. കാരണം
യേശു ഭൂമിയിലേക്ക് വന്നതിന് വലിയൊരു പർപ്പസ് ഉണ്ട്. നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്തു? ദൈവം ഒരു നിമിഷ നേരത്തേക്ക് യേശുവിനെ മറന്നു കളഞ്ഞു, മുഖം തിരിച്ചു കളഞ്ഞു. പക്ഷെ അങ്ങനെ തിരിച്ചു കളഞ്ഞെങ്കിലും പിന്നീട് യേശുവിനെ പ്രതീക്ഷിക്കത്തക്ക അതിലപ്പുറത്തേക്ക് ഒരു ഉയർപ്പാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് വേണ്ടി ജീവൻ തരുവാൻ യേശുവിനെ എന്ത് ചെയ്തു? ദൈവം അല്പസമയത്തേക്ക് മുഖം തിരിച്ചിട്ടില്ലെങ്കിലും അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെ സ്തെഫാനോസിന്റെ കാര്യം. സ്റ്റെഫാനോസിന് ഒരു നല്ല മരണമല്ല കിട്ടിയിട്ടുള്ളത്. അവൻ ആളുകൾ കല്ലെറിയുമ്പോഴും സ്തെഫാനോസിന് കല്ലെറിയട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും അങ്ങനെ ഉപദ്രവിക്കട്ടെ, പക്ഷെ നമ്മുടെ പക്ഷം ദൈവം ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്കൊരു സ്വർഗീയ ദർശനം കാണാൻ, ആ സമയത്തും നമുക്ക് ആ സ്വർഗീയ ദർശനം കാണാൻ നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യും? ദൈവം ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ നമുക്ക് നല്ലൊരു അവസാനം ഉണ്ടായില്ലെങ്കിലും, ലോകത്തിൽ നമ്മൾ നശിച്ചു പോവാണ്, അല്ലെങ്കിൽ നമുക്കൊരു കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രാണന്, നമ്മുടെ ആത്മാവിന് എന്ത് വരില്ല? ഒരു നാശം സംഭവിക്കാനായിട്ട് ഇടയായിത്തീരില്ല. ഇനി സങ്കീർത്തനം തന്നെ അതിന്റെ അവസാന വാക്യം വായിക്കാം. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയാണ് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ നാമം. ഇപ്പൊ എനിക്കൊക്കെ എന്റെ ഐഡന്റിറ്റി എനിക്കെന്നല്ല, എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെങ്കിൽ എന്റെ പേര് മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഹസ്ബൻഡിന്റെ പേര് പറയണം, അല്ലെങ്കിൽ പേരൻസിന്റെ പേര്, ഇനിയിപ്പോ അഡ്രസ്, അല്ലെങ്കിൽ അതും പേരും ബ്ലഡ് ഗ്രൂപ്പ്, അത് അങ്ങനെ എല്ലാം പറയണം. പക്ഷെ ഇവിടെ പറയാണ് ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമം. നമുക്ക് പുറപ്പാട് 3:13 വാക്യം ഒന്ന് വായിക്കാം. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണമെന്ന് ചോദിച്ചു. ഇവിടെ മോശ ചോദിക്കാണ്, ദൈവം മുൾപടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷമായപ്പോ മോശ ചോദിക്കാണ്, ഓക്കെ എല്ലാം ശരി, പക്ഷെ ആരയച്ചെന്നാ ഞാൻ പറയേണ്ടത്? ദൈവത്തോട് ചോദിക്കുകയാണ്, എന്ത് നാമം, അവന്റെ നാമം എന്തെന്നാ ഞാൻ പറയണ്ടേ? അപ്പൊ ദൈവം അവിടെ പറയാണ്, അതെന്നെ വളരെയധികം, ഞാൻ ഈ മെസ്സേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, എന്താ പറയുക, ഇതിനു വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ എനിക്കിത് വളരെയധികം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആത്മശാന്തി എനിക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിരുന്നു. അതിന്റെ 14 വാക്യം പറയാണ്, അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം. അപ്പൊ ദൈവത്തിന് വേറെ ഒന്നിന്റെയും ഡിപ്പെൻസ് വേണ്ട, ദൈവം ആരാണെന്ന് അറിയിക്കാൻ വേറെ ഒന്നിന്റെയും വേണ്ട. ഞാനാകുന്നു. അത് പറയുമ്പോ അത്രയും വലിയ ആ ഒരു ദൈവത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത്. നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് വേണ്ടി നിൽക്കാൻ ആ ദൈവം ശക്തനാണ്. ഇത്രയും വലിയ ഞാനാകുന്നുള്ള നാമമുള്ളവൻ, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ്. ഇനിയിപ്പോ പത്രോസ് യേശുവിനെ കണ്ടിട്ട് എന്ത് ചെയ്തു? ആ വെള്ളത്തിന് മുകളിലൂടെ നടക്കാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ പത്രോസ് എടുത്തുചാട്ടക്കാരനാണ്, പക്ഷെ എങ്കിലും യേശു വെള്ളത്തിന് മുകളിൽ നടക്കണുണ്ടപ്പോ അവനും തോന്നി എന്ത് ചെയ്യണം, എനിക്ക് നടക്കണം. പക്ഷെ നടക്കാൻ തുടങ്ങിയപ്പോ അവിടെയുള്ള പ്രതിസന്ധികൾ കണ്ടപ്പോ അവൻ മുങ്ങിപ്പോകാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷെ അവൻ മുങ്ങിപ്പോയപ്പോഴും അവിടെ അവൻ യേശുവെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് യേശുവിനോടാണ് നിലവിളിച്ചത്. അങ്ങനെ ആ നിലവിളി കേട്ടിട്ട് എന്ത് ചെയ്തു? യേശു അവന്റെ കൈ പിടിച്ചിട്ട് അവനെ ഉയർത്താനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മെ രക്ഷിക്കാൻ, നമ്മെ വിടുവിക്കുവാൻ അവൻ ശക്തനാണ്. പക്ഷെ ആ ഒരു തിരിച്ചറിവ് അത് നമ്മുടെ ഉള്ളത്തിലെ എപ്പോഴും വേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും അത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആശ്രയം അവനിലാണെങ്കിൽ അവൻ നമ്മെ ഏത് ഘട്ടത്തിലും ആദ്യം പറഞ്ഞ പോലെ നല്ലൊരു മരണമില്ലെങ്കിലും നമ്മുടെ ആത്മാവ് നരകത്തിലോട്ട് പോകാൻ അവൻ സമ്മതിക്കില്ല. പക്ഷെ ദൈവം നമ്മുടെ പക്ഷത്തായിരിക്കണം, നമ്മുടെ പ്രവർത്തികൾ അങ്ങനെയുള്ളതും ആയിരിക്കണം. ഈ വചനങ്ങളെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കും.